കേരള കോൺഗ്രസിൻ്റെ തിരിച്ചു പിടിക്കാൻ ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണി ആലോചിച്ചത് UDFുമായി ചേർന്ന് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് മാണി സി കാപ്പൻ ഒറ്റ വാക്കിലാണ് ഇത് മറുപടി പറയുന്നത്, എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ KM മാണിയുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ വളരുംതോറും വളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പാലാ മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചാണക്യന്മാരിൽ ഒരാളായ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചാണക്യനെന്ന് വിശേഷണമുള്ള KM മാണി അരനൂറ്റാണ്ടോളം പ്രതിനിധീകരിച്ചിരുന്ന ഒരു മണ്ഡലം. ഈ മണ്ഡലത്തിൽ അടുത്തിടെയായി ഈ മണ്ഡലം വീണ്ടും വാർത്താ ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലുണ്ടാകുന്ന മാറ്റം, അതായത് കേരള കോൺഗ്രസ് എം, KM മാണി പ്രതിനിധീകരിച്ചിരുന്ന കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഈ മണ്ഡലം അതിൻ്റെ ഒരു വിശ്വസ്ത കേന്ദ്രം എന്നതിൽ നിന്ന് ഈ മണ്ഡലത്തിനൊരു മാറ്റം സംഭവിക്കുന്നു. ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറുന്നു. ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ പുതിയ രീതിയിൽ, പുതിയ തലത്തിൽ സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കപ്പെടുന്നു, രാഷ്ട്രീയ തീരുമാനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മണ്ഡലം വലിയ രീതിയിൽ ഒരിക്കൽ കൂടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇന്ന് റിസാല അപ്ഡേറ്റിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലാ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളാണ്. നമസ്കാരം. പാലാ മണ്ഡലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ, പാലാ എന്ന് പറയുമ്പോൾ സമം KM മാണി എന്നാണ് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും കരുതുന്ന ഒരു കാര്യം. അങ്ങനെ ആയിരുന്നു ഈ പാലാ ഈക്വൽ ടു KM മാണി. ഈ നിലവിൽ ഈ KM മാണിയുടെ കേരള കോൺഗ്രസ്, പാലാ എന്ന് പറയുമ്പോൾ KM മാണി എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് കേരള കോൺഗ്രസിന് പറയാതിരുന്നു, കേരള കോൺഗ്രസ് എം. അപ്പോൾ ഈ രണ്ടിലെ ചിഹ്നം പതിയെ പാലായിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണെന്നാണ് ശത്രുക്കളെങ്കിലും പറഞ്ഞു വയ്ക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് അത്തരത്തിൽ, ജോസ് കെ മാണിക്ക് അത്തരത്തിൽ അഭിപ്രായമുണ്ടോ നമുക്കറിയില്ല. എങ്കിലും രണ്ടിലെ ചിഹ്നത്തോട് പതിയെ പാല ഗുഡ് ബൈ പറയുകയാണ് എന്നുള്ളൊരു രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു നറേറ്റീവ് പോകുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇതിനൊരു പശ്ചാത്തലം ഒരുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൽ പല പാർട്ടിക്കുള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ മൊത്തത്തിൽ രണ്ടിലെ ചിഹ്നം പാലായിൽ വാടുകയാണോ, അതോ മറ്റേത് രീതിയിലേക്ക് പാലായുടെ രാഷ്ട്രീയ നിലപാട് മാറുന്നുണ്ടോ എന്നല്ലേ നമുക്ക് പരിശോധിക്കേണ്ടത്? ആദ്യം എനിക്ക് അങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. പാലാ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ KM മാണി എന്ന് പറയുന്ന അതികായനായൊരു നേതാവ്, കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന 50 വർഷക്കാലമാണ് അദ്ദേഹം പാലാ മണ്ഡലത്തിൽ നിന്ന് നിരന്തരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1965 മുതൽ പിന്നീട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും KM മാണി തന്നെയായിരുന്നു അവിടുന്ന് ജയിച്ചിരുന്നത്. അത് ഈ കേരള കോൺഗ്രസിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെയും, രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെയും ചരിത്രം അതിലുണ്ട്. 1964 ആണ് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. അതിനൊരു വലിയ ചരിത്രമുണ്ട്. കോൺഗ്രസ്സിലുണ്ടായ ഒരു പിളർപ്പാണ്, അതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ആ കേരള കോൺഗ്രസ് 64 KM ജോർജിൻ്റെയും R ബാലകൃഷ്ണയുടെയൊക്കെ നേതൃത്വത്തിലും മന്നത്ത് പത്മനാഭൻ്റെ ആശീർവാദത്തിലുമാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. അന്ന് കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന R ശങ്കർ, മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോയും R ശങ്കറും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് കേരള കോൺഗ്രസിൻ്റെ പിറവി ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ ഈ ഒരു സംഭവം പീച്ചിയിലുണ്ടാകുന്ന ഒരു കാർ യാത്രയാണ് അതിൻ്റെ നിമിത്തമായി മാറിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ R ശങ്കറും PT ചാക്കോയും തമ്മിൽ വലിയൊരു സംഘർഷം നിലനിന്നിരുന്നു. മന്നത്ത് പത്മനാഭൻ R ശങ്കറും ഒരു കാലത്ത് വളരെ അടുത്ത് സുഹൃത്തുക്കളും ഹിന്ദു മഹാമണ്ഡലം പോലുള്ള ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷം ശങ്കറും മന്നവുമായുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കേരള കോൺഗ്രസ് രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. എന്തായാലും ഈ പീച്ചിയിലൊരു കാർ യാത്രയിൽ PT ചാക്കോ, ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ഒരു അപകടമുണ്ടായപ്പോൾ അത് നിർത്താതെ പോയത് ഈ സ്ത്രീ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും ഒക്കെയുള്ള വലിയ ആരോപണങ്ങളുണ്ടായി. അതിനെ തുടർന്നാണ് ഈ PT ചാക്കോയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായി. അങ്ങനെ നിവൃത്തി കെട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു പിറവിയിലേക്ക് നയിക്കുന്നത്. അന്ന് ഈ കോൺഗ്രസിൽ PT ചാക്കോയെ അനുകൂലിച്ചിരുന്ന 15 MLA മാർ ഒരു ബ്ലോക്കായിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 64 കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നു. അന്ന് കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ KM ജോർജാണ് നേതാവായിട്ടുണ്ടായിരുന്നത്. ഈ 65 തെരഞ്ഞെടുപ്പിൽ പാലായിലെ സ്ഥാനാർത്ഥി അന്വേഷിച്ചിട്ടാണ് അന്ന് DC സെക്രട്ടറി ആയിരുന്ന KM മാണിയെ പാലായിൽ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ KM ജോർജിനെ പലതരത്തിൽ ഇല്ലാതാക്കാൻ തന്നെ KM മാണി ശ്രമിച്ചു എന്നുള്ള ആരോപണമൊക്കെ വരുന്നത് അത് മറ്റൊരു വശമാണ് ഇതിൻ്റെ. അപ്പോൾ പറഞ്ഞു വന്നത് 65 മുതൽ KM മാണി തുടർച്ചയായി ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്.
ഇതിന് മാറ്റമുണ്ടാകാൻ തുടങ്ങുന്നത് ഒരുപക്ഷെ മാണി സി കാപ്പൻ്റെ വരവോട് കൂടിയാണ്. ശരിക്കും ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെ അടയാളപ്പെടുത്തേണ്ടി വരും അല്ലേ? അതെ, പാലക്കാരൻ തന്നെയാണ് മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ അതിനു മുമ്പും പൊളിറ്റിക്സിലും ഉണ്ടായിരുന്നു. മാണി സി കാപ്പൻ ഒരു കായിക താരം കൂടിയൊക്കെ ആയിരുന്നു. ഒരു വോളിബോൾ താരം എന്ന നിലയിലൊക്കെ ജിമ്മി ജോർജിൻ്റെ ഒക്കെ ഒപ്പമുള്ള കളിക്കാരൻ, അത്തരത്തിലൊരു കളിക്കാനറിയാവുന്ന, രാഷ്ട്രീയത്തിലും കളിക്കാനറിയാവുന്ന ഒരാളാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. മാണി സി കാപ്പൻ്റെ വരവോട് കൂടിയാണ് പാലാ മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടാകും. അത് ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു കണക്കുണ്ടല്ലോ, ഈ മാണി സി കാപ്പൻ്റെ ഒരു വരവിൻ്റെ ഒരു കണക്കുണ്ട്. അതെ, അതായത് എനിക്ക് തോന്നുന്നത് 2006 മുതൽ നമുക്കൊന്ന് പരിശോധിക്കാം തോന്നുന്നല്ലേ. ഈ 2006 ഈ മാണി സി കാപ്പൻ കെ എം മാണിയും നേർക്കുനേരെ ഏറ്റുമുട്ടുന്നൊരു തിരഞ്ഞെടുപ്പാണ്. ഈ 2006 മാണിയുടെ കെ എം മാണിയുടെ ഭൂരിപക്ഷം 5259 വോട്ട്. 2006 7759 വോട്ടാണ്. അപ്പോൾ 2006 കെ എം മാണിയുടെ ഭൂരിപക്ഷം 7759 വോട്ടാണ്. അത് 2011 എത്തുമ്പോൾ ആ ഭൂരിപക്ഷം കുറച്ചുകൂടെ കുറഞ്ഞ് അന്നും മാണി സി കാപ്പൻ തന്നെയാണ് എതിരാളി. അന്ന് 5259 വോട്ടിലേക്ക് കുറച്ച് കൊണ്ടുവന്നു. വീണ്ടും 2016 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മാണി സി കാപ്പൻ മത്സരിക്കുന്നത്. വീണ്ടും 2016 നമ്മൾ വരുന്നു. 2016 വരുമ്പോൾ വീണ്ടും മാണി സി കാപ്പൻ തന്നെയാണ് മാണിയെ എതിരിടുന്നത്. കെ എം മാണിയുടെ അവസാനത്തെ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ കെ എം മാണി ജയിക്കുന്നത് ഏകദേശം ഒരു 4703 വോട്ട് എന്നുള്ളൊരു ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ തുടർച്ചയായിട്ട് ഈ 3 തെരഞ്ഞെടുപ്പുകൾ നമ്മളൊരു ലിറ്റ്മസ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മാണിയുടെ ജനപ്രീതി കുറഞ്ഞു. ഇതിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പരിശോധിക്കാം. 2006 51.54 കെ എം മാണിയുടെ വോട്ട് ലഭിച്ച വോട്ടിൻ്റെ പെർസെൻറ്റേജ്. അന്ന് മാണി സി കാപ്പന് ലഭിക്കുന്നത് കേവലം 42.96%. അതെ. പക്ഷേ 2011 എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം 5259 കുറഞ്ഞു എന്ന് മാത്രമല്ല, കെ എം മാണിയുടെ വോട്ട് പെർസെൻറ്റേജ് 49.14 കുറഞ്ഞു. അതെ. മാണി സി കാപ്പൻ്റേത് 42.96 നിന്ന് 44.92 ഉയരുകയും ചെയ്തു. 2% മാണി സി കാപ്പൻ ഉയരുകയും മാണിയുടെ താഴുകയും ചെയ്തു. അതേസമയം 2016 നേരത്തെ പറഞ്ഞ പോലെ 4703 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാണിക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് 42.13% കുറഞ്ഞു. മാണി സി കാപ്പൻ്റേത് 38.78 ശതമാനത്തിൽ ഉള്ള കുറവ് ഇവിടെ ശ്രദ്ധിക്കണം. ആ ഒരു ശതമാനത്തിലുള്ള കുറവുണ്ട്. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ BJP ആ ശതമാനത്തിൻ്റെ കുറയാനുള്ള കാരണം, രണ്ടുപേരുടെയും വോട്ട് പെർസെൻറ്റേജ് കുറയാനുള്ള ഒരു കാരണം, എൻ ഹരി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി അന്ന് 24,821 വോട്ടുകൾ ആ മണ്ഡലത്തിൽ നേടിയിരുന്നു. അത് വളരെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രസക്തമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹരിക്ക് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ 18,044 വോട്ടേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഈ കെ എം മാണിയുടെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് 2016 ഈ ഭൂരിപക്ഷം ഗണ്യമായ തോതിൽ കുറയ്ക്കുവാൻ മാണി സി കാപ്പന് കഴിഞ്ഞിരുന്നു. അത് കേരള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ ഒരു കുത്തക മണ്ഡലമാണ്. കെ എം മാണിയുടെ കുത്തക മണ്ഡലമായിരിക്കെ തന്നെ LDF സ്ഥാനാർത്ഥിയായിരുന്നുകൊണ്ടാണ് മാണി സി കാപ്പൻ, പാലാക്കാരനായ മാണി സി കാപ്പൻ, കെ എം മാണിയുടെ തന്നെ വോട്ട് പെർസെൻറ്റേജും ഭൂരിപക്ഷവും ഗണ്യമായ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് വീണ്ടും 2019 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടോം ജോസ് എന്ന സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് കേരള കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ടോം ജോസിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. അന്ന് ജോസ് കെ മാണി അല്ല മത്സരിക്കുന്നത്. അന്ന് വീണ്ടും LDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ വീണ്ടും മത്സരിക്കുമ്പോൾ ആ മണ്ഡലം മാണി സി കാപ്പൻ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2943 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2943 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ആ മണ്ഡലം കെ എം മാണിയോട് 3 തവണ പൊരുതി തോറ്റ മാണി സി കാപ്പൻ ഒരു കളിയിലെന്ന പോലെ, വോളിബോൾ കളിയിലെന്ന പോലെ അടുത്ത ഗെയിം അദ്ദേഹം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. ആ കളിക്കാരൻ മാറി, കെ എം മാണി മാറിയെങ്കിൽ പോലും ആ കേരള കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം പിടിച്ചെടുക്കാൻ LDF സ്ഥാനാർത്ഥിയായിരുന്ന മാണി സി കാപ്പന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് ആണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാണി സി കാപ്പനെതിരെ മത്സരിക്കുന്നത് സാക്ഷാൽ കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണിയായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട് തോന്നുന്നു. അതായത് LDFൽ കേരള കോൺഗ്രസ് LDFലേക്ക് കടന്നു വരുന്നു. NCPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന മാണി സി കാപ്പൻ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് തുടർച്ചയായിട്ട് ഈ ജയത്തിൻ്റെ ഗ്ലോറി നിൽക്കുന്ന വലിയൊരു തലത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഈ സീറ്റിന് വേണ്ടി വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നത്.
വലിയ രീതിയിൽ LDF ക്യാമ്പുകളെ കൊള്ളിച്ച ഒരു എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും ആവേശത്തോടു കൂടി ആളുകൾ നോക്കിക്കണ്ടൊരു ജയമാണ് മാണി സി കാപ്പൻ്റേത്. അതെ, വലിയ രീതിയിൽ ഇടത് ക്യാമ്പുകൾക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന, അതിൽ മാറാത്ത മണ്ഡലങ്ങളില്ല എന്ന് ഇടത് ക്യാമ്പിന് കേരളം മുഴുവൻ ചൂണ്ടിക്കാണിക്കാൻ പാകത്തിന് വലിയൊരു വിജയം കൊണ്ടുവന്ന മണ്ഡലമായിരുന്നു ഈ പാലായിലെ മാണി സി കാപ്പൻ്റെ വിജയം. ആ ഒരു വിജയത്തിൻ്റെ തലത്തു നിന്നുകൊണ്ട് മാണി സി കാപ്പൻ ചോദിക്കുകയാണ് ഈ സീറ്റിൽ എനിക്ക് തുടർച്ച വേണമെന്ന്. അതിൽ കേരള രാഷ്ട്രീയത്തിലൊരു വലിയ ഷിഫ്റ്റിംഗ് എന്ന് നടക്കുന്നുണ്ട്. അതായത് ഈ KM മാണിയുടെ പാർട്ടി അതുവരെ UDFിലായിരുന്നു. KM മാണിക്കെതിരെയുള്ള വലിയ സമരങ്ങളാണ് LDF നടത്തിയത്. ബാർ കോഴ എന്ന് പറഞ്ഞതും ബജറ്റ് കൊള്ള എന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള വലിയ സമരങ്ങൾ അന്ന് നിയമസഭയ്ക്കകത്ത് വലിയ ഉള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടി ഒക്കെ ഉൾപ്പെടെയുള്ള ഉണ്ടാക്കിയ കോലാഹലങ്ങളുടെ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല. ആ ചിത്രം ഇപ്പോഴും പലപ്പോഴും ഇന്റർനെറ്റിൽ കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞ കിട്ടുന്ന ഒരു ചിത്രമാണ്. അതായത് ഇങ്ങനെ KM മാണിക്ക് ചുറ്റും ഒരു കവചം ഒരുക്കിക്കൊണ്ട് ബജറ്റ് വായിക്കാൻ വേണ്ടി. ബജറ്റ് കൊള്ള എന്നാണ് അന്ന് LDF അതിനെ വിശേഷിപ്പിച്ചത്. KM മാണി ബജറ്റ് കൊള്ള നടത്തുന്നു, ബജറ്റ് ചോർത്തിക്കൊണ്ട് പല ബിസിനസ്സുകാർക്കും ലാഭം ഉണ്ടാക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു, ബജറ്റ് വഴി കോഴ വാങ്ങുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ബാർ കോഴ എന്ന് പറയുന്ന ആരോപണം. ആ ബാർ കോഴ ആരോപണത്തിൽ KM മാണി മാത്രമായിരുന്നില്ല, KM മാണിയുടെ മകനായ ജോസ് കെ മാണിയും ആരോപണ വിധേയനായിരുന്നു. അതിൽ ഒരു ബാറുടമയിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയ യന്ത്രമൊക്കെ ഓർമ്മയില്ലേ, വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നു. നോട്ടെണ്ണൽ യന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പക്ഷേ 2021 തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതേ പാർട്ടിയെ LDFിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിംഗ് ആണ്. കേരള പൊളിറ്റിക്സിലൊരു വലിയ മാറ്റമാണ്. ഈ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തെയാണോ ഇടതുപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്. കേരള കോൺഗ്രസ് ഒരു തരത്തിൽ വിമോചന സമരത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അട്ടിമറിച്ച വിമോചന സമരത്തിൻ്റെ പാരമ്പര്യമുള്ളൊരു രാഷ്ട്രീയ ധാരയുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ 1964 രൂപം കൊണ്ട പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ പള്ളിയുടെയും NSSൻ്റെയും ഒരു മിക്സർ, ഒരു സവർണ കമ്മ്യൂണിറ്റിയുടെ രൂപമായി രൂപം കൊണ്ട കേരള കോൺഗ്രസ്. ആ വിമോചന സമര പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ 2021 കൂടി LDFിൻ്റെ ഭാഗമാക്കുന്നത്. അത് ഭാഗമാക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം UDFിനുണ്ടായിരുന്നു, അല്ല LDFിനുണ്ടായിരുന്നു. അതായത് ഈ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഉള്ള കേരള കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് UDFിൻ്റെ വോട്ട് ബേസാണ് എല്ലാ കാലത്തും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ UDFിൻ്റെ ശക്തരായ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് ഒന്നുകിൽ AK ആൻ്റണി അല്ലെങ്കിൽ K കരുണാകരൻ, മറ്റൊരു വശത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി, മറുവശത്ത് ഈ KM മാണി. ഇങ്ങനെ ഒരു അച്ചുതണ്ടായിരുന്നു യഥാർത്ഥത്തിൽ UDFിനെ നയിച്ചിരുന്നത്. അതിലൊന്നിനെ അടർത്തിയെടുക്കുകയാണ് 2021 ഇവർ ചെയ്തത്. അപ്പോൾ അതോടുകൂടി മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ സ്വാധീനമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു LDFിൻ്റെ ലക്ഷ്യം. ജോസ് കെ മാണിയെ കൊണ്ടുവന്നതോടുകൂടി രാഷ്ട്രീയമായ എല്ലാ എതിർപ്പുകളും പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ടുവരുന്നതിലൂടെ ഇവിടെ തോറ്റു. പാലായിൽ ജോസ് കെ മാണി തോറ്റത് ദയനീയമായൊരവസ്ഥയിലാണ്. നമുക്ക് അത് നോക്കുമ്പോൾ, അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ മാണി സി കാപ്പൻ അന്ന് നേടിയ ഭൂരിപക്ഷം 15,378 വോട്ടാണ്. അപ്പോഴും UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. അല്ല, ആ തോൽവിയാണ് അന്ന് പറഞ്ഞ പോലെ ഈ തോൽവിയുണ്ടല്ലോ, ഈ പാലായിലെ ഈ തോൽവിയാണ് കേരള കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള പാർട്ടിയിലടക്കം വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു സംഭവം, ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാം. അവിടെ നിന്നാണ് കേരള കോൺഗ്രസ്സിലെ ഈ പറയുന്ന പ്രതിസന്ധികളൊക്കെ തുടങ്ങുന്നത്. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയിലെ നേതാവ് KM മാണി സാക്ഷാൽ KM മാണിയുടെ മകൻ ചെയർമാനായ ആൾ നോക്കി നിൽക്കെ ഇപ്പുറത്ത് നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന മണ്ണ് ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുന്നു. മന്ത്രിയാവുന്നു എന്ന് മാത്രമല്ല, റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം ആവർത്തിക്കുകയായിരിക്കും. ഒരുപക്ഷെ വളരും തോറും വളരും എന്നുള്ളതാണല്ലോ. അത് ഒരു തരത്തിൽ ഈ കേരള കോൺഗ്രസിന് നഷ്ടപ്പെട്ടുവെങ്കിലും UDF പാലാമണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് 2021 സംഭവിച്ചതെന്ന് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ് ഈ CPMൻ്റെ ഒരു ടാക്ടിക്സ്. പാലാമണ്ഡലം പിടിക്കണമെന്നുള്ളൊരു CPMൻ്റെ ടാക്ടിക്സ് 2024 വരുമ്പോഴുള്ള അങ്ങനെ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഒരു കണക്ക് കൂട്ടി നോക്കുമ്പോൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് 26 വരുമ്പോൾ അതിലെ ഒരു പ്രശ്നം ഇവിടെ ഈ UDF നേടിയ ഈ മാണി സി കാപ്പൻ 2021 നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 15,378 വോട്ടാണ്. ഇനി നമ്മൾ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ മാണി സി കാപ്പൻ 69,804 വോട്ടാണ് നേടിയത്, 50.43%. ഇനി ജോസ് കെ മാണിയുടെ വോട്ട് എന്ന് പറയുന്നത്
54,426 അതായത് 39.32% വോട്ട് മാത്രമാണ് ജോസ് കെ മാണിക്ക് 2021 അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിക്ക് നേടാൻ കഴിഞ്ഞത്. ഏകദേശം 11% വോട്ടുകളുടെ ഡിഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. മാണി സി കാപ്പൻ UDF പോകുമ്പോഴേ UDF ഈ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ടല്ലോ. അതെ, UDF കിട്ടുന്ന വോട്ട് ശതമാനത്തിലൊരു വർധനമുണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 42% നിന്നൊക്കെയാണ് ഈ 50-ലേക്കൊക്കെ അതെ കയറി പോകുന്നത്. അതെ. അപ്പോൾ അതിലുള്ളൊരു സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് മാണി സി കാപ്പൻ അവിടെ വിജയിക്കുമ്പോൾ ഇപ്പോഴും ജോസ് കെ മാണിക്ക് പാലായിൽ മത്സരിക്കാനുള്ള ഭയം ഈ വോട്ട് ഡിഫറൻസ് തന്നെയാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പേടി, വീണ്ടും മത്സരിച്ചാൽ വീണ്ടും പരാജയം. അതിൻ്റെ ഒരു കാര്യം കൂടെ ഇപ്പോൾ നമുക്ക് ഇതിനൊപ്പം പറഞ്ഞു പോകാം. അതായത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ്, അവസാനം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് കൂടെ നമ്മൾ പറഞ്ഞു പോകേണ്ടി വരുന്നു. അതായത് ഈ കേരള കോൺഗ്രസ്സിന് പാലാ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കേരള കോൺഗ്രസ്സിന് എമ്മിന് വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്ന അവരോടൊപ്പം എക്കാലവും ഉറച്ചു നിന്നിരുന്ന കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ, അതായത് നഗരസഭയിൽ UDF മേൽക്കൈ ഉള്ളത് ഇപ്രാവശ്യവും. ഈ എമ്മിൻ്റെ എപ്പോഴും നല്ല അടിത്തറയുള്ള കടനാട്, കരൂർ, എലിക്കുളം, ഭരണങ്ങാനം, തലപ്പലം, രാമപുരം, ഇങ്ങനെ 6 പഞ്ചായത്തുകളിൽ ഈ 6 പഞ്ചായത്തുകളിലും ഇക്കുറി UDF വലിയ രീതിയിൽ ശക്തി തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ ഒരു അവിടെ ഈ പറഞ്ഞതുപോലെ UDF യഥാർത്ഥത്തിൽ സ്വാധീനം എന്നാണ് അവിടെ തെളിയിച്ചത്. UDF സ്വാധീനം വർദ്ധിച്ചു വരിക എന്നും കൂടിയാണ്. അതെ, അതായത് ജോസ് കെ മാണി മാണി ഗ്രൂപ്പ് ഇല്ല എങ്കിൽ പോലും UDF സ്വാധീനം നിലനിർത്താൻ പറ്റിയെന്നുള്ളതാണ് അവിടെ പ്രധാനം. അതെ. അപ്പം ആ ഒരു രീതിയിൽ UDF അവരുടെ സ്വാധീനം. ഇനി നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ നമുക്ക് പരിശോധിച്ചാൽ അന്ന് ഫ്രാൻസിസ് കെ ജോർജാണ് അവിടെ മത്സരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് നമ്മൾ നേരത്തെ പറഞ്ഞ KM ജോർജിൻ്റെ, കേരള കോൺഗ്രസിൻ്റെ മകൻ, സ്ഥാപക നേതാവായ KM ജോർജിൻ്റെ മകനാണ്. 2024 തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പാല. അവിടെ UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് 87,266 വോട്ടിനാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയിലുള്ള LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ പാലായിൽ ഫ്രാൻസിസ് ജോർജിന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് 12,465 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു റിസൾട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടും അതിന് പിന്നാലെ ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടും പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ടും ഒക്കെ തന്നെ അവിടെ UDF അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ശരിക്കും ഈ KM മാണിയുടെ മകൻ ജോസ് കെ മാണി, അല്ലെങ്കിൽ ജോസ് കെ മാണി, ഇനി ഒരു കാര്യം കൂടെ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, പാലാ നഗരസഭ ഇത്തവണ UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതിനൊരു കാരണമായി മാറിയത് UDF യഥാർത്ഥത്തിൽ LDF അവിടെ മുൻതൂക്കം. 11 സീറ്റുകളുടെ മുൻതൂക്കം LDF ഉണ്ടായിരുന്നുവെങ്കിലും 10 സീറ്റുകളാണ് UDF ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന ഒരു സമയത്ത് LDF CPM നിൽക്കുകയും പിന്നീട് ജോസ് കെ മാണിയുടെ ഒക്കെ ഒപ്പം നിന്നിരുന്ന ബിനു പുളിക്കക്കണ്ടവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ബിനുവിൻ്റെ മകളും ഉൾപ്പെടെ 3 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ഇവിടെ മത്സരിക്കുകയും അവർ 3 പേരും ഒന്നു ചേർന്നിട്ട് UDF പിന്തുണ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളായ ദിയ പുളിക്കക്കണ്ടമാണ് ഇന്ന് പാലാ മുനിസിപ്പാലിറ്റിയുടെ നഗരസഭാ ചെയർപേഴ്സണായിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് ഇല്ലാത്ത 85-ന് ശേഷമാണെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിലല്ലാത്തൊരു ഭരണസമിതി പാലാ നഗരസഭയിൽ വരുന്നത്, KM മാണിയുടെ നഗരസഭയിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ പറയുന്ന പാലായെക്കുറിച്ചുള്ളൊരു പേടി ഈ ജോസ് കെ മാണിക്ക് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പാലായിൽ ഈ UDF എന്നുള്ള, അല്ലെങ്കിൽ ഈ KM മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയിട്ട് പാലായിൽ സ്വാധീനം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പോയ പോലെ പാലായിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഈ അപ്പർ കാസ്റ്റ് ബെൽറ്റിൽ സവർണ ക്രൈസ്തവരുടെയും നായർ സമുദായത്തിലുള്ള ആളുകളുടെയൊക്കെ വോട്ടൊക്കെ ഒന്ന് പോക്കറ്റിലേക്ക് ആക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ CPM LDF സംബന്ധിച്ചിടത്തോളം അല്പം നിരാശാജനകമാണ് ഈ KM മാണിയുടെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ളൊരു ബാന്ധവം. അപ്പം ഇപ്പോൾ അതിനൊക്കെ അപ്പുറം കേരള കോൺഗ്രസ് എം ഉള്ളിൽ തന്നെ പ്രതിസന്ധി നേരിടുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ പാളയത്തിൽ പട എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഈ അടുത്തിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെയർമാൻ സംസാരിക്കാൻ നിൽക്കേ ഇപ്പുറത്തുനിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മൈക്കെടുത്ത് പറയുകയാണ് ചെയർമാൻ മത്സരിക്കുന്നതാണ് പറയുന്നത്.
അപ്പം ഈ പാലായിൽ കൊണ്ടുപോയി ജോസ് കെ മാണിയെ ബലി കൊടുക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ പാർട്ടി പിടിച്ചെടുക്കുക എന്നുള്ളതാണോ റോഷി അഗസ്റ്റിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ചോദിച്ചാൽ അതിന് നമ്മൾ ഉത്തരം പറയാൻ ആളുകളല്ല. എങ്കിലും എന്തൊക്കെയോ പാർട്ടിക്കുള്ളിൽ ഒരു പ്രതിസന്ധി മണക്കുന്നുണ്ട് എന്നുള്ളതാണ്, പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള വെളിവാക്കുന്നതൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റ രീതി. അല്ല, ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, ജോസ് കെ മാണിയെ സംബന്ധിച്ചല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചൊരു പ്രശ്നം, ഈ നമ്മൾ ഈ മറ്റ് മണ്ഡലങ്ങൾ ഏതൊക്കെ നേടിയാലും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്താലും പാലാ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ അസ്തിത്വം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസിൻ്റെ വത്തിക്കാനാണ് പാലാ എന്ന് പറയുന്നത്. ആ മണ്ഡലമില്ലാതെ കേരള കോൺഗ്രസിന് ജോസ് കെ മാണിക്ക്, മാണി ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് ഏത് വിധേനയും തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട്. പക്ഷേ റോഷിയുടെ നോട്ടം എന്നുള്ളത് ഈ ജോസ് കെ മാണിയെ അവിടെ നിർത്തി വീണ്ടും പരാജയപ്പെടുത്തുക എന്നുള്ളതാണോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് അനുകൂലമായൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇനി 2021 നടന്ന തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയെ അംഗീകരിക്കാത്തൊരു വലിയ വിഭാഗം CPM-നകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരന്ന് പല ഓഡിയോ സന്ദേശങ്ങളും അതുമായി ജോസ് കെ മാണിയേക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുള്ള ഓഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ അന്ന് പുറത്തു വരികയുണ്ടായി. ഇതിന് ബദലായി ജോസ് കെ മാണി ആലോചിക്കുന്ന ഒരു തന്ത്രം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിഷ ജോസ് കെ മാണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ ഇത് പറഞ്ഞപ്പോഴേ ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നുണ്ടെന്ന് നമ്മൾ ചില സിനിമകളിൽ പറയുന്ന പോലെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറയുന്ന പോലെയാണ് കാര്യം. ജോസ് കെ മാണിയോട് നമ്മൾ ചോദിക്കുകയാണ് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിർത്തിക്കൂടെ എന്നുള്ള രീതിയിൽ ദയനീയമായിട്ടാണ് പ്രതികരണം. കാരണം ജോസ് കെ മാണി മത്സരിക്കുമോ, ഭാര്യ നിഷ മത്സരിക്കുമോ, മറ്റാരെങ്കിലും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം കേട്ട് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് മടുത്തിട്ടുണ്ടാവും. അത് ഈ ഒരു തന്ത്രം ഉള്ളത് കൊണ്ടാണ് അന്ന് റോഷി അഗസ്റ്റിൻ മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് ചെയർമാൻ അവിടെ മത്സരിക്കും എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അതിനോട് നന്നായി പ്രതികരിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞുമില്ല. ഞാൻ തന്നെ മത്സരിക്കും, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഒരു ജാഥയിലാണ്, LDF ജാഥയിൽ വെച്ചിട്ടൊരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അത് അനൗൺസ് ചെയ്യുന്നത്, റോഷി അഗസ്റ്റിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ KM മാണിയുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ വളരുംതോറും വളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ വരികയുണ്ടായി. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കേരള കോൺഗ്രസിൻ്റെ തിരിച്ചു പിടിക്കാൻ ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണി ആലോചിച്ചത് UDF-മായി ചേർന്ന് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ കളവും ഒരുക്കിയപ്പോഴാണ് റോഷി അഗസ്റ്റിൻ നേരിട്ട് CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജോസ് കെ മാണിയെ വീണ്ടും ട്രാപ്പിൽ വീഴുകയും അങ്ങനെ LDF-ൽ തന്നെ തുടരാൻ നിർബന്ധിതനാക്കുകയൊക്കെ ചെയ്തത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചെയർമാൻ എന്ന നിലയിലേ അതിനൊരു മറുപടി കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. ചെയർമാൻ എന്ന നിലയിൽ ഈ ജോസ് കെ മാണി പറയുന്നതാണ് പാർട്ടി തീരുമാനിക്കുന്നതാണ്. അതെ, അത് നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഒരു ചെയർമാൻ്റെ പാർട്ടി ചെയർമാനായ ഒരാളുടെ എളിമ കൂടെയാണെന്നുള്ള രീതിയിൽ കൂടെ നമ്മളത് കാണേണ്ടത് അതൊരു വിനീതമായ ഒരു ഒഴിഞ്ഞുമാറലാണ്, മറുപടിയാണ്. അതെ. അപ്പം ഇതിനൊപ്പം തന്നെ ഇനിയിപ്പം നമുക്ക് ഈ മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടെ വരുന്നവരുണ്ടല്ലോ. അതായത് ഇപ്പം മാണി സി കാപ്പൻ ഈ കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാണി സി കാപ്പൻ്റെ ജയം, അതിനുശേഷമുള്ള ഒരു 2 വർഷം, പിന്നെ ഇപ്പോൾ ഉള്ള ഭരണകാലം, ഈ ഒരു കാലഘട്ടത്തിൽ മാണി സി കാപ്പൻ മണ്ഡലത്തിൽ ഈ KM മാണി തേനും പാലും ഒഴുക്കിയ ദേശമെന്നാണല്ലോ പൊതുവെ പാലായെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ മാണി സി കാപ്പൻ കാര്യമായിട്ട് മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിമർശനം കേരള കോൺഗ്രസ്സുകാരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് LDF-ൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് വരുന്നുണ്ട്. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി മാണി സി കാപ്പനോടൊരു വെഞ്ചൻസ് ഉണ്ട്. ഇപ്പോൾ മാണി സി കാപ്പൻ LDF വിടുന്ന സമയത്ത് ഒരുപാട് പണിയെടുത്ത് ജയിപ്പിച്ചതായിരുന്നു എന്നുള്ള രീതിയിലാണ് MM മണി അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത്. അപ്പം മാണി സി കാപ്പൻ ശത്രുപാളയത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പം LDF-ന് നേരെ ചലഞ്ച് ചെയ്യുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും ചർച്ച ചെയ്യുന്നത് മാണി സി കാപ്പൻ ഈ സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്, അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് മാണി സി കാപ്പന് കാര്യമായിട്ടൊന്നും മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മാണി സി ഒരു വിധത്തിൽ സത്യവുമാണ്. പലപ്പോഴും പാലാ മണ്ഡലത്തിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മാണി സി കാപ്പന് കാര്യമായി വലിയ രീതിയിലുള്ള പദ്ധതികളൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. അത് മാണി സി കാപ്പൻ്റെ ഒരു ഡ്രോബാക്ക് കൂടെയാണ്. അപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് മാണി സി കാപ്പൻ ഒറ്റ വാക്കിലാണ് ഇത് മറുപടി പറയുന്നത്, എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ രീതിയിൽ 2 തരത്തിലാണ്. അതായത് ഒരു വികസനം മുട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ വികസനം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു മണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നം. ഒരുപക്ഷെ പ്രതിപക്ഷം നിൽക്കുന്ന ഒരു MLA ആയതുകൊണ്ടൊക്കെ ആവാം കാര്യമായ പരിഗണന കിട്ടുന്നില്ല എന്ന് പാലക്കാർക്കൊക്കെ ആ ഒരു പരാതിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കുന്ന മാണി സി കാപ്പൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ LDF-ൻ്റെ മുന്നിൽ LDF സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണി ഈ തരത്തിലുള്ള വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന സമയത്ത്
ഇപ്പുറത്ത് മാണി സി കാപ്പൻ്റെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി വികസന രംഗത്തെ ഈ തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് പോലെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ഒരുപക്ഷെ LDF ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവ് തന്നെ ഒരുപക്ഷെ ഇന്ത്യ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് അത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് കൊണ്ടുവരുന്ന രീതിയിലേക്കായിരിക്കും അത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കാണാതെ പോകരുതാത്ത ഒരു വിഷയം BJPയുടെ ഒരു സാന്നിധ്യമാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഈ തവണ കാണാതെ പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തവണ അവിടെ മത്സരിക്കാൻ പോകുന്നത് ഷോൺ ജോർജാണ്. PC ജോർജിൻ്റെ കേരള കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹവും ഒരു കേരള കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വളരുന്ന പാർട്ടിയാണ്. അങ്ങനെ വളർന്നൊരു 6-7 കേരള കോൺഗ്രസുകൾ നിലവിലുണ്ട്. ഗതികെട്ട് PC ജോർജ് അദ്ദേഹം BJPയിൽ തന്നെ ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഷോൺ ജോർജും അങ്ങനെ BJP ചേർന്നു. അങ്ങനെ ചേർന്ന ഷോൺ ജോർജ് ആയിരിക്കും ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലായിൽ നിന്ന് മത്സരിക്കുക എന്നാണ് ഇതുവരെ. അപ്പോൾ നമ്മൾ 2024 കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന 40,000 വോട്ടൊക്കെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോൾ ചെയ്ത് പെടാൻ സാധ്യത 40,000 വോട്ടുകളിൽ എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു വോട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രമീളാദേവി അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ 10,869 വോട്ട് മാത്രമാണ് അവർക്കന്ന് ലഭിച്ചത്. BJPയുടെ കുറഞ്ഞ വോട്ടാണ്. അതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2019 ഉപതെരഞ്ഞെടുപ്പിൽ 18,044 വോട്ട് N ഹരി BJPയുടെ സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള 2016 തെരഞ്ഞെടുപ്പിൽ 24,821 വോട്ട് N ഹരി നേടിയിട്ടുണ്ട്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSൻ്റെ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 22,505 വോട്ട് അവിടെ നേടിയിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു കണക്കനുസരിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ലഭിച്ച വോട്ട് NDAക്ക് ലഭിച്ച വോട്ട് 30,000-ഓളം വോട്ട് വരും അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ ഷോൺ ജോർജിന് ആ മണ്ഡലത്തിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും? ഈ പറയുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകും. ഷോൺ ജോർജിൻ്റെ വരവോടുകൂടി BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് ഇപ്പോൾ പാല. ഷോൺ ജോർജ് എത്തുന്നത് അവർ അവകാശപ്പെടുന്നൊരു ഇതാണ്. UDFും LDFും തന്നെയായിരിക്കും അവിടെ മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ ക്രൈസ്തവ വോട്ടുകളിലാണ് വലിയ തോതിൽ അവിടെ ഉള്ളത്. അത് ഈ ക്രൈസ്തവ വോട്ടുകൾ മൊത്തം ഷോൺ ജോർജിനും PC ജോർജും വിചാരിച്ചാൽ പാലായിൽ നിന്ന് കൊണ്ടുവരുന്നത് എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് അവിടെ UDFും LDFും തന്നെയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഷോൺ ജോർജ് വന്നാൽ ഈ ആരുടെ വോട്ടുകൾ അവിടെ നിന്ന് പിടിക്കുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു 30,000 വോട്ടുകളോ അതിനേക്കാൾ കുറച്ചുകൂടെ വോട്ടുകളോ ഒക്കെ പിടിക്കാൻ കഴിഞ്ഞാൽ ഈ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ LDFിൻ്റെ വോട്ടുകളാണോ UDFിൻ്റെ വോട്ടുകളാണോ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലൊരു നിർണായകമായ ഒരു സംഗതിയായി മാറും. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ക്രൂഷ്യലായ പ്രശ്നം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് മാണി സി കാപ്പനെതിരെ ആര് രംഗത്ത് വരും, ആര് മത്സരിക്കുമെന്നുള്ളതാണ്. ജോസ് കെ മാണി തന്നെ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ? അതായത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിന് ജോസ് കെ മാണി തയ്യാറാകുമോ? അങ്ങനെ അതിനൊരു സന്നദ്ധത അദ്ദേഹം കാണിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് അദ്ദേഹത്തിന് പകരമായി നിഷയെ പോലെ ഒരാളെ അവിടെ മാണിയുടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ മരുമകളെ കൊണ്ട് നിർത്തുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇവർ കേരള കോൺഗ്രസ്സിലൊരു വിഭാഗം അവിടെ ആവശ്യപ്പെടുന്നത് പാലാക്കാരനായ റോഷി അഗസ്റ്റിൻ തന്നെ പാലായിൽ വന്ന് മത്സരിക്കട്ടെ എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ചില കേരള ജോസ് കെ മാണിയുടെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ റോഷി അഗസ്റ്റിൻ ആക്ച്വലി പാലക്കാരൻ തന്നെയാണല്ലോ അല്ലേ? പാലാക്കാരൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് പാലാ തിരിച്ചു പിടിക്കട്ടെ എന്നുള്ള ഒരു പ്രചാരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാണി സി കാപ്പനെ പരാജയപ്പെടുത്താൻ അസാധ്യമായ കാര്യമൊന്നുമില്ല. കാരണം അത്രയും കാലം അവരുടെ മണ്ഡലമായിരുന്ന, പക്ഷേ നേരത്തെ പറഞ്ഞാൽ UDFിൻ്റെ മണ്ഡലമായിരുന്നു. KM മാണിയുടെ UDFിലായിരുന്നപ്പോഴുള്ള മണ്ഡലമാണ് അത്രയും കാലം. ഒരു ഘട്ടത്തിൽ മാത്രമാണ് 80-ൽ മാത്രമാണ് അദ്ദേഹം LDFിൻ്റെ ഭാഗമായി പാലായിൽ നിന്ന് ജയിക്കുന്നത്. അപ്പോൾ ആ കേരള കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വളരെ ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാണി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലതവണ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിൻ്റെ വത്തിക്കാൻ തിരിച്ചു പിടിക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമോ, അതിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായൊരു ചോദ്യം. കാരണം മാണി സി കാപ്പൻ രാഷ്ട്രീയമായി അത്ര വലിയ പ്രാധാന്യമുള്ള ഒരാളൊന്നുമല്ല. മറിച്ച് ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി എന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് പാലായിലെ വിജയം എന്ന് പറയുന്നത്. അത് നേടാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. എന്തു തന്നെയായാലും പാലായെക്കുറിച്ച് പറയുമ്പോൾ പാലായുടെ ഒരു രാഷ്ട്രീയ ഭൂപടം ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാതിരുന്നുകൂടാ.
അപ്പോൾ അധ്വാനവർഗ സിദ്ധാന്തമൊക്കെ ഏറെ നാൾ ഉയർത്തിപ്പിടിച്ച് പാലായെ പ്രതിനിധീകരിച്ച കെ എം മാണിയുടെ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരിക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പാലാ സസ്പെൻസായി തന്നെ ഇരിക്കട്ടെ. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.